ടോപ്പിന്റെ ഈ ഒരു സൈഡിലായിട്ട് സാധാരണ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലാമ്പ് കാര്യങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ കാണാറുണ്ട്. കാണുന്നില്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാം. മിനിമം 5-6 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴാണ് നമുക്ക് ഇത് പ്രോപ്പർ ബോണ്ടിങ്ങിലേക്ക് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് ഒരുപാട് പേര് അറിയാത്തതുണ്ട്. ഇങ്ങനെ മെഷീനറികളൊക്കെ വെച്ചിട്ട് ഇതേ ഒരു പ്ലൈവുഡിനെ ഈ ഒരു രൂപത്തിൽ മാറ്റിയെടുത്ത് കണ്ടോ. പലരുടെ ധാരണ ഒരു സ്റ്റെയർ കേസിന് ഹാൻഡ് റീൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ റൂമിലേക്ക് ഇതുപോലുള്ള ഒരു വലിയൊരു അലമാര ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുപോലെ. അജ്മൽ ബ്രോ, അപ്പൊ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്ലൈവുഡ് ആണ്, കാലി പ്ലൈവുഡ് ആണ്. കാലി പ്ലൈവുഡ് ആണ്. പ്ലൈവുഡിന്റെ മേലേക്ക് നമ്മൾ ഗമ്മ് ചെയ്യാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആദ്യം ഗമ്മ് ചെയ്യും. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതിന്റെ മേലേക്ക് നമ്മൾ ഗമ്മ്, അതായത് നമ്മൾ റോളറിൽ പ്രോപ്പർ ആയിട്ട് ഈവൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റോളർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഗമ്മ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് ഗമ്മ് എവിടെയും ഗമ്മ് പിടിക്കാതിരിക്കില്ല. കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഗമ്മ് ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത പരിപാടി എന്താണ്? അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലേക്ക് മൈക്ക് വെച്ച ശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെഷീൻ. ഇതാണ് അതിലേക്ക് ഇത് നേരെ കയറ്റും. അതെ, ഇത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മെഷീനിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. മൈക്ക് ഇതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യാൻ പോകണല്ലേ? മൈക്ക് ഒട്ടിക്കാൻ പോവാണ്. മൈക്ക് അതേ കറക്റ്റ് വെച്ച് ആദ്യം റോൾ ചെയ്ത് ഗം ഇട്ടിട്ടുണ്ട്. മൈക്ക് ഇനി പ്രസ്സിംഗ് ആണ്. അതെ, ഇനി നമ്മൾ പ്രസ്സിംഗ് മെഷീനിലേക്ക് വെക്കുക ചെയ്യാം. നമ്മൾ ഇതേപോലെ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സാധാരണ കൺവെൻഷൻ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഫ്ലോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെ, ഇതിപ്പോൾ നമ്മൾ 8x4 ഷീറ്റാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതേപോലെ മൈക്ക പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഷീറ്റാണെന്നുണ്ടെങ്കിലും ഇതിപ്പം നമ്മൾ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൾട്ടിവുഡോ ഏത് ഷീറ്റാണെന്നുണ്ടെങ്കിലും അക്രീലിക്കോ ഏത് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇനി ഇതേ മൈക്ക ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നേരെ ഇനി പ്രസ്സിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അതെ, അപ്പോൾ മെഷീനിലേക്ക് നമുക്ക് ഇത് മാറ്റാൻ പോവാണ്. മെഷീനിലേക്ക് കയറ്റിയിരിക്കുകയാണ് അല്ലേ? അതെ, നമ്മൾ മെഷീനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെയാണ്, ഇതാണ് നമ്മളെ സാധനം പ്രസ്സിംഗ് മെഷീൻ വരുന്നത്. ഇത് നമ്മളുടെ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും വരിക എന്നാണ്. പക്ഷേ ഇത്രയും വലിയൊരു മെഷീനാണ്. നേരെ നമ്മളെ ഈ ഒരു മൈക്ക് ഒട്ടിച്ച് പ്ലൈവുഡിലേക്ക് പ്രസ് ചെയ്യാൻ പോവാണ് അല്ലേ? ഇത് നമ്മൾ മെഷീൻ വരുന്നത് 4 സിലിണ്ടർ മെഷീനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 സിലിണ്ടർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെയിറ്റ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഈവനായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടും. കൺവെൻഷൻ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ലോഡ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ബബിൾ വരാനുള്ള ചാൻസും ചാൻസ് വളരെ കൂടുതൽ. ഇതേ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് എടുക്കല്ലേ, നമ്മൾ 5-6 മണിക്കൂർ ഇതേപോലെ തന്നെ ഇത്ര ലോഡിൽ പ്രസ്സിംഗിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു പ്ലൈ നമ്മൾ റിട്ടേൺ എടുക്കുന്നത്. അപ്പോൾ അത്രയും ലോഡിൽ ഈ ഒരു ടൈമിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ബോണ്ടിങ്. അതെ, മിനിമം 5-6 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴാണ് നമുക്ക് ഇത് പ്രോപ്പർ ബോണ്ടിങ്ങിലേക്ക് നമുക്ക് കിട്ടുന്നത്. അതെ, അപ്പം വെറുതെ അല്ല നിങ്ങൾ പറഞ്ഞത്. അപ്പൊ കൈകൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്നില്ലല്ലോ, വെക്കുന്നല്ലോ. ഇത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഇതുപോലെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പവർ നിങ്ങൾ ഉറപ്പ് പറയുന്നത്. അപ്പൊ ഇതിന് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത്? പ്രസ്സിംഗ് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. വേറെ പൊളിഞ്ഞു പോരുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ പ്രസ്സിംഗ് പരിപാടി പ്രോസസ് കണ്ടു. അടുത്ത പരിപാടി ഇതിലേക്കാണ് പോകുന്നത്. നമ്മൾ പ്രസ്സിംഗ് ചെയ്തിട്ടുള്ള ഇത് പ്ലൈവുഡ് നമ്മൾ അടുത്തത് കട്ടിങ്ങിലേക്കാണ്. ഇനി കട്ടിങ്ങിലേക്കാണ്. ഈ കട്ടിംഗ് മെഷീനിൽ തന്നെ ഡബിൾ ബ്ലേഡ് ആണ് വരുന്നത്, ഒന്നല്ല ഡബിൾ ബ്ലേഡ് ആണ്. കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ക ഫിനിഷിംഗ് കട്ടിംഗ് ആണ് കേട്ടോ. കട്ടിങ്ങിന് ഒരു മാറ്റം ഇല്ലല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് നമുക്ക് കിട്ടും. പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ആണ്. ഡബിൾ മെഷീൻ അല്ല, ഡബിൾ ബ്ലേഡ് വരുന്നുണ്ട്. 2 ബ്ലേഡ് വരുന്നുണ്ട്. 2 ബ്ലേഡ് വരുന്നുണ്ട്. ആ കട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കട്ട് ചെയ്തതാണ് ഇനിയിപ്പോ നമ്മൾ എഡ്ജിന് വേണ്ടിട്ട് അടുത്തത് എഡ്ജ് ബാൻഡിംഗ് ആണ്. ആ എഡ്ജ് ബാൻഡിംഗ് കണ്ടാലോ? ഓക്കെ, നോർമൽ ഒരു പ്ലൈവുഡ് ആണ് കേട്ടോ. ഈ പ്ലൈവുഡിൽ 3 സൈഡിലും എഡ്ജ് ബാൻഡിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടി ചെയ്യാണ്ട് ഇത് ചെയ്തരോ? ഒന്ന് ചെയ്യും. ഇങ്ങനെയാണ് എഡ്ജ് ബാൻഡിംഗ് ചെയ്യുന്നത്. നേരെ ഇവരുടെ മെഷീനിലേക്ക് ഇട്ടിട്ട് ഏട്ടോ പോകുന്നുണ്ട്. ഇത് അവിടെ തൂങ്ങിന് കൈ പരിപാടി. അതെ, എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. നമ്മൾ എഡ്ജ് ബാൻഡിങ്ങിന്റെ മെഷീൻ വരുന്നത് ഇതിൽ സാധാരണ നോർമൽ മൈക്ക കട്ട് ചെയ്ത് ഒട്ടിക്കുക ചെയ്യാം, അല്ലെങ്കിൽ 0.8 എഡ്ജ് ബാൻഡ് ഒക്കെ സൈഡിൽ നിന്ന് ഒട്ടിക്കുക ചെയ്യാം. ഇത് നമുക്ക് 2 mm വരെ എന്ത് ചെയ്യാൻ പറ്റും, എഡ്ജ് ബാൻഡ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. അതെ, കഴിഞ്ഞു. ഇത്ര പരിപാടി ഉള്ളൂ. അതെ. ഇപ്പൊ 4 ഭാഗം എഡ്ജ് ബാൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ട പ്ലൈവുഡ് ആണ് അല്ലേ? അപ്പൊ ഇത് ചെയ്തതിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ? ഇത് നമുക്ക് എഡ്ജ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം കോർണർ റൗണ്ടിങ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ എഡ്ജ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിപ്പം കോർണർ റൗണ്ടിങ്
ഉള്ള രൂപത്തിലാണ് പ്രോപ്പർ ആയിട്ടില്ല. ഇത് പൊട്ടിച്ചതാന്ന് പോലും മനസ്സിലാവില്ല. അപ്പൊ ഇതൊരു പിന്നെ പ്ലൈവുഡ് ആണെന്ന് പോലും മനസ്സിലാവാത്ത രീതിക്കാണ് നിങ്ങളിപ്പോ മൈക്കയും എഡ്ജ് ബാൻഡിങ്ങും ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഇത് പൊളിഞ്ഞു പോരുന്ന പ്രശ്നങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഇതിന് വരാനില്ല, ഇതിനൊരു പ്രശ്നവുമില്ല. അപ്പൊ നോർമലി ഒരു കബോർഡിങ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പണിക്കാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആശാരിനെ വിളിച്ചിട്ട് പ്ലൈവുഡ് കട്ട് ചെയ്ത് അപ്പോൾ മൈക്ക് ഒട്ടിക്കുന്നത് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതിയല്ല. അപ്പം ഇത് ഒരുപാട് പേർക്ക് അറിയാതെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരുപാട് പേര് അറിയാത്തതുണ്ട്. ഇങ്ങനെ മെഷീനറികളൊക്കെ വെച്ചിട്ട് ഇതേ ഒരു പ്ലൈവുഡിനെ ഈ ഒരു രൂപത്തിൽ മാറ്റിയെടുത്ത് കണ്ടോ എങ്ങനെയാണ് ഇതൊരു പ്ലൈവുഡ് ആണെന്നുള്ള രീതി മനസ്സിലാക്കുക. ശരിക്കും പ്ലൈവുഡ് ഒക്കെ വെള്ളം തട്ടിയാൽ കേടായി പോകുന്ന വിഷയം വരുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ ഇത് സേഫ് ആണ് കവർ ചെയ്തിരിക്കില്ല. കാർപ്പന്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിന്റെ പ്രോപ്പറായിട്ട് വരാത്തതുകൊണ്ട് ഇതിനുള്ളിലേക്കൊക്കെ വെള്ളം കയറാൻ എല്ലാം ചാൻസ് ഉണ്ട്. അതെ. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. ഇത് നോക്കിയാ എങ്ങനെ ഒരു പ്ലൈവുഡ് ആണെന്നുള്ള മനസ്സിലാവുക. മൾട്ടി ബോറിംഗ് ആണ്, ബോറിംഗ് മെഷീൻ ആണ് അത് കാണുന്നത്. അതായത് അത് നമുക്ക് ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ സ്ക്രൂ കാണാത്തത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത പരിപാടി ഇതാണ് അല്ലേ? അതെ. ഇതാണ് സംഭവം. സ്ക്രൂ കാണാത്ത രീതിക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി ബോറിംഗ് യൂസ് ചെയ്തിട്ട് മിനി ഫിക്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. ഹോൾ അടിഭാഗത്ത് നിന്നാണ് ചെയ്യുന്നത്. അതെ, അത് അടിഭാഗത്ത് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പീസ് അത് ജോയിനറി പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓരോ ചെറിയ പരിപാടിക്ക് അതിൻ്റെതായ പരിപാടികളും മെഷീനറികളും മെഷീൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരു വർക്ക് വരുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതുപോലുള്ള എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടാണ് ഓരോ വർക്കുകളും വരുന്നത്. ആ ഹോൾ ഇട്ടേ വാതാ പക്ക ക്ലീനിങ് ആയിട്ട് കണ്ടോ റെഡിക്ക് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? മിനി ഫിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂൾ ഏതാ ആ ഹോളിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഈ ഒരു ചെറിയൊരു സാധനം അല്ലേ? ഇത് ചെയ്തതോട് കൂടി പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് എളുപ്പത്തിൽ അയക്കാനും അതുപോലെ മനസ്സിലാവില്ല. നമ്മളെ വർക്കുകളെല്ലാം ഇവിടുന്ന് ഫാക്ടറി നല്ല സെറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക സൈറ്റിൽ കൊണ്ടുപോയി നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനും അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. പലരുടെ ധാരണ ഒരു സ്റ്റെയർ കേസിന് ഹാൻഡ് റീൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ റൂമിലേക്ക് ഇതുപോലുള്ള ഒരു വലിയൊരു അലമാര ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുപോലെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള എത്ര വലിപ്പമുള്ള അലമാരാണെങ്കിൽ റൂമിലേക്ക് ആയിക്കൊണ്ട് ഫിക്സ് ചെയ്തോളൂ. ഇതാണ് ആ സാധനം വരുന്നത്. ചെറിയൊരു സ്ക്രൂ പോലത്തെ സംഭവമാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ മതി ചെയ്യാനല്ലേ? അപ്പൊ അത്രക്കും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. എവിടെ ഒരു സ്ക്രൂ കാര്യങ്ങളോ പുറത്ത് കാണൂല അല്ലേ? ഇതൊക്കെ ഇവിടെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് വർക്ക് കഴിഞ്ഞിട്ടില്ല, ചെയ്തോണ്ടിരിക്കുന്നതല്ലേ? അപ്പം ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. എല്ലാ വർക്കുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ വിഷുവിന്റെ ലീവ് ആയതുകൊണ്ട് കുറച്ച് സ്റ്റാഫുകളും കാര്യങ്ങളും ലീവാണ്. അപ്പൊ ഒരുപാട് വർക്കുകൾ പല സൈറ്റിൽ നിന്ന്. അപ്പൊ ഏതൊക്കെ സൈറ്റിൽ നമ്മൾ കേരളത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മൾ ഒരുവിധ ഏരിയയിലെല്ലാം നമ്മൾ നിലവിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എറണാകുളം ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, മാഹി ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെയാണെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് പ്രോപ്പർ ഡിസൈൻ നമുക്ക് ചെയ്ത് അതുപോലെ നമുക്ക് വർക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ കൊണ്ട് സൈറ്റ് കൊണ്ട് ഫിക്സ് ആക്കി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്റീരിയർ ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്തവർക്ക്, ഇങ്ങനത്തെ ഫാക്ടറി കാര്യങ്ങളും ഇല്ലാതെ ഇന്റീരിയർ വർക്ക് എടുക്കുന്ന ടീം ഉണ്ടാവില്ല, അങ്ങനത്തെ അവർക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്? അവർക്ക് നമുക്ക് ജോബ് വർക്ക് ആയിട്ട് വേണമെന്നുണ്ട് അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെയാണ് നമ്മൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ കാണാത്ത രീതിക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നേരത്തെ ഇവിടെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ളതല്ല, എവിടെങ്കിലും ഒരു സ്ക്രൂ കാര്യങ്ങളോ കാണുന്നുണ്ടോ? ഒരു എൽ ക്ലാമ്പ് കാര്യങ്ങൾ ഒന്നും കാണില്ല കേട്ടോ. കാരണം മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു വർക്കിന് ഉണ്ടാവുക ഇവിടെ ചെറിയ എൽ ക്ലാമ്പ് ഉണ്ടാവും, ഇവിടെ എൽ ക്ലാമ്പ് ഉണ്ടാവും, 4 സ്ക്രൂ ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടിയും കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ വർക്കുകൾ നടക്കുക. ഓട്ടോപ്പിന്റെ ഈ ഒരു സൈഡിലായിട്ട് സാധാരണ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലാമ്പ് കാര്യങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ ഈ സൈഡിലൊക്കെ സ്ക്രൂ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊന്നും കാണത്തില്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയും നീറ്റാക്കി ക്ലീൻ ആക്കി. ഇതിപ്പോ ഞാൻ എങ്ങനെ എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ക്രൂ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇതിന്റെ എഡ്ജുകൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡോ, അതായത് മൈക്ക് ഒട്ടിക്കുന്ന സമയത്ത് സൈഡിൽ ഒരു ബ്ലാക്ക് കാണാറുണ്ട്, ആ ബ്ലാക്ക് കാണില്ല. വാട്ടർ പ്രൂഫ് പോലെ തന്നെ അത്രയ്ക്ക് സേഫ് ആക്കിയിട്ട് കൊടുക്കല്ലേ. അപ്പം ഒരു പ്ലൈവുഡ് ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ മൈക്ക് അതായത് ഇത്രയും ഫിക്സിങ്ങിൽ 5-6 മണിക്കൂർ പ്രസ്സിംഗ് മെഷീൻ ഇടുക, അതുപോലെ തന്നെ എഡ്ജ് ബാൻഡിങ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാന ഘട്ടമായ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പില് എല്ലാം ചെയ്തതിനോട് കൂടി പക്ക ഫിനിഷിംഗ് ആയി. അപ്പൊ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ
പാർട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വർക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് പാർട്സ് ആക്കി പാക്ക് ചെയ്തിട്ട് നമുക്ക് കയറ്റിക്കൊണ്ടാൻ പറ്റും. അതെ അതെ. കുറ്റിക്കാട്ടിൽ നിന്ന് മാവൂർ ഭാഗത്ത് പോകുന്ന സമയത്ത് ആനക്കുക്കരയിലാണ് കേട്ടോ ആൻകോഡിന്റെ ഫാക്ടറി വരുന്നത്. അതായത് നിങ്ങൾക്ക് ഫർണിച്ചർ പരമായിട്ടോ അല്ല ഇന്റീരിയർ പരമായിട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാക്കി തരും കേട്ടോ. ഇജ്മാൽ ഭായ്, അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.